ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ മലപ്പുറത്ത് പോയ വിശേഷങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ വീഡിയോയും കൂടെ കാണണേ. അങ്ങനെ എന്തായാലും തലേ ദിവസം ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. സ്ഥലം മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ ഉറക്കം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് പൊലച്ചയ്ക്ക് എണീറ്റിട്ട് കുറേ നേരം ഫോൺ നോക്കി കിടന്നു. പിന്നെ പൃഥ്വിയേട്ടൻ കോൾ ചെയ്തു. പൃഥ്വിയേട്ടന് മാല ഇട്ടതുകൊണ്ട് പൊലച്ചയ്ക്ക് എണീക്കും, സ്വാമി ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെ സമയം പോകുന്നേ ഇല്ല. പിന്നെ ഞാൻ കുറേ സമയം എണീറ്റിരുന്നു. എനിക്ക് കാലിന് വേദനയുള്ളതുകൊണ്ട് എണീറ്റിട്ട് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അതും എണീറ്റപ്പാട് നേരെ നടക്കാൻ പറ്റില്ല കേട്ടോ. കാലിങ്ങനെ വലിച്ച് വലിച്ച് കട്ടിലും വാതിലും ചുമരും എല്ലാം പിടിച്ചിട്ടാണ് ഞാൻ എണീറ്റ് ബാത്റൂമിലേക്ക് പോവുക. അപ്പോൾ പിന്നെ കുറച്ച് സമയം നടന്ന് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ എണീറ്റ് ഇതാ കുറേ സമയം ഇരുന്ന് അങ്ങനെ എണീറ്റ് ബാത്റൂമിലേക്കെല്ലാം പോയി. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കൂളായി നടന്ന് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഓക്കെ ആവും കേട്ടോ. ആദ്യം എണീറ്റ് നടക്കുമ്പോൾ ഇല്ല പ്രശ്നമേ ഉള്ളൂ, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം നടന്ന് കഴിഞ്ഞാൽ ഓക്കെ ആവും. അത് രാവിലെ എന്നല്ല, എപ്പോഴായാലും ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നടക്കുമ്പോൾ ഇല്ല പ്രശ്നമാണ് കേട്ടോ. അത് ഡോക്ടറെ കാണിച്ച സമയത്ത് മടമ്പിൻ്റെ ഉള്ളിൽ നീരാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ എണീറ്റ് മുഖമെല്ലാം കഴുകി, പല്ലൊന്നും തേച്ചില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മുഖമെല്ലാം കഴുകിയിട്ട് ഇതാ വാതിൽ തുറന്ന് പിന്നെ ഞാൻ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഓരോരാളായിട്ട് എണീറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നുമില്ലല്ലായിരിക്കും. അങ്ങനെ ഞാനിതാ പുറത്തേക്ക് പോയി. രാവിലെ എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ കുറേ ആൾ പണിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ സമയം ഇങ്ങനെ പുറത്തേക്കെല്ലാം നോക്കി ആടിയിരുന്നു. വീടുകളിൽ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. കൂടുതലും ഇതുപോലെ വാടകയ്ക്കെല്ലാം താമസിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ താഴെ തന്നെ ഈ പിന്നെ വീടിൻ്റെ ഓണർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഓണർ പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്. ഇതിങ്ങനെ താഴലും മുകളിലും ആയിട്ട് ഇങ്ങനെ വാടക കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡിലാണ് ഓണറെ വീട്. ഇത് താഴെ ഒരു ഡോക്ടറുടെ ഫാമിലിയാണ് താമസിക്കുന്നത്. മുകളിൽ ചിഞ്ചുവേച്ചിയും പിന്നെ ചിഞ്ചുവേച്ചിൻ്റെ ഫ്രണ്ട് വേറൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ രാവിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്തിരിക്കലാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി. ചിഞ്ചുവെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കുന്നുണ്ടായിന്. അങ്ങനെ കുറച്ചിങ്ങനെ എന്താണ് മുറിച്ചിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഈ കാണുന്നതില്ലേ നമ്മളെ ചെറുനാരങ്ങേൻ്റെ വലിയ നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് സൂം ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പിന്നെ കറണ്ടടുപ്പ് മാത്രമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഫുഡായി, ദോശ ചുട്ട് പിന്നെ ചായയാക്കി കറിയാക്കി അങ്ങനെ ഓരോന്നാണ് ചിഞ്ചേച്ചി ആക്കിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും ചിഞ്ചേച്ചി ചെയ്താൽ നല്ല അടിപൊളി ദോശയും ചായയും പിന്നെ മുട്ടക്കറിയും. അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാണ്ട് ഇതാ നമുക്ക് അഥവാ ദോശ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ നമ്മൾ തിന്നിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പൂരിയും കടലക്കറിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കറിയായിരുന്നു കേട്ടോ ചിഞ്ചേച്ചിയുടെ. അങ്ങനെ ആ ദോശയും മുട്ടക്കറിയും തന്നെ നമുക്ക് ധാരാളമായിരുന്നു. പക്ഷേ പൂരി വാങ്ങിയതുകൊണ്ട് നമ്മൾ അതും കഴിച്ചു. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കഴിക്കുമ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എന്താ കഴിക്കുന്നതിന്. എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് രണ്ടാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിന്, എന്നാ നീ ലെഫ്റ്റ് ഹാൻഡറാണോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ ഇത് മൊജിറ്റോയും മറ്റേ ഫ്രഞ്ച് ഫ്രൈസെല്ലാം കഴിക്കുമ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന പോലെയാണ് ഉള്ളത്. ചില ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെ ക്യാമറയുടെ ഇതായിരിക്കും, നമ്മൾ സെൽഫി ക്യാമിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നേരെ തിരിഞ്ഞ് കാണുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതല്ല, വലത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ റൈറ്റ് ഹാൻഡർ തന്നെയാണ്. അങ്ങനെ എന്തായാലും പിന്നെ ഫുഡെല്ലാം കഴിച്ച്, പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ കുളിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. പറഞ്ഞാലും നമുക്ക് വിശേഷങ്ങൾ തീരുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോയി കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. തല കുളിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. വെള്ളം മാറിയിട്ട് പണി കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തല കുളിച്ചിട്ടുണ്ടായിട്ടില്ല. 2 ദിവസവും മേല് മാത്രമാണ് കുളിച്ചത്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഏത് ട്രെയിനിന് പോകുന്നുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് അതിനനുസരിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, ഇത്ര മണിയാകുമ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റേഷനിലെത്തണം എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ട്രെയിനിൻ്റെ സമയമെല്ലാം നോക്കുമ്പോൾ പിന്നെ എന്താണ് പരശു കോഴിക്കോട് അങ്ങനെ 1 മണിക്കൂർ പിടിച്ചിട്ടിട്ടാകുമ്പോൾ പിന്നെ പോകില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ട്രെയിനിൻ്റെ സമയമെല്ലാം തപ്പി ലാസ്റ്റ് 4:40 ഒരു ട്രെയിൻ ഉണ്ട് എന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മളെ ബാഗെല്ലാം എടുത്തിട്ട് തന്നെ പോവാം. ആദ്യം പറഞ്ഞു നമുക്ക് തിരിച്ച് റൂമിൽ വന്നിട്ട് ബാഗ് എടുത്തിട്ട് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പറഞ്ഞു എന്തായാലും ഒരു ബാഗല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടാളുടെ ഡ്രസ്സും കൂടെ നമ്മൾ ഒരു ബാഗിൻ്റെ അകത്താണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഒരു ബാഗല്ലേ ഉള്ളത്, നമുക്ക് മാറി മാറി പിടിക്കാം. അഥവാ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ പണി കിട്ടൂലേ.
തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ബാഗും എടുത്ത് പോകുമ്പോഴത്തേക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് ഇതാ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാഗും എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. പിന്നെ നമുക്ക് വെള്ളം മസ്റ്റാണല്ലോ, ഇപ്പം ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് നമ്മളിതാ കുപ്പീൻ്റെ അകത്ത് വെള്ളമെല്ലാം ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു സൈഡിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും പിന്നെ കുളിക്കാനും റെഡിയാവാനും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ചിഞ്ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളുമായിട്ട്. അങ്ങനെ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ടോപ്പില്ലേ സാരി കൊണ്ട് അടിച്ചതാണ്. അപ്പോൾ പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് എന്നെല്ലാം. ഞാൻ ഫ്രോക്ക് മോഡലിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ അടിച്ചത്. അപ്പോൾ കുറേ ആൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്, ഇതിട്ടിട്ട് കുറച്ച് മെലിഞ്ഞ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ, കുറച്ച് മെലിഞ്ഞിനെന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളിതാ റെഡിയായി ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ ഷൂ ഇട്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ഷൂ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിനി. ചെരുപ്പ് പൊട്ടാനായതുകൊണ്ട് ഷൂ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിനി. പക്ഷേ ഷൂ ഇട്ട് പോയതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ടായിനെ. ഫുൾ ടൈം ഇങ്ങനെ ഷൂ തന്നെ ഇട്ട് നടക്കുമ്പം നഖം ഭയങ്കരമായിട്ട് വേദന വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണോന്ന് അറിയില്ല, ഇപ്പം എൻ്റെ നഖം നല്ലോണം പഴുത്തിട്ടുണ്ട്. ആ ഷൂ ഇട്ട് നടന്നത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ എന്തായാലും നമ്മളെ പെട്ടിയും കാര്യങ്ങളെല്ലാം പെട്ടിയല്ല ബാഗ് കേട്ടോ, ബാഗെല്ലാം എടുത്തിട്ട് നമ്മളെന്തായാലും പോവുകയാണ്. അപ്പോൾ ചിഞ്ചേച്ചി ഇതാ വാതിലെല്ലാം പൂട്ടി ഇറങ്ങി. പിന്നെ നമ്മൾ പോകുമ്പം ചിഞ്ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട് കേട്ടോ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ, വീട് തിരുവനന്തപുരത്താണ്. ലക്ഷ്മി ടീച്ചർ, ലക്ഷ്മി എന്നല്ലേ പേര്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ലക്ഷ്മി ടീച്ചറേയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും റൂമിൽ ആ ടീച്ചറും ഒറ്റക്കാണുള്ളത്, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്, ടീച്ചറും കൂടെ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചറേയും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വരുമോ ഇല്ലയോ എന്നൊന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളിതാ പോകുന്ന വഴിയിലെല്ലാം ടീച്ചറെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്, പക്ഷേ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിറങ്ങി. എന്നാ ടീച്ചർ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ പറയാമെന്നുള്ള രീതിയിൽ നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ താഴത്തോട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നേരം കൂട്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ പോകുമ്പം. അങ്ങനെ നമ്മളെന്തായാലും ഇറങ്ങി. ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്കൂളാണ് കേട്ടോ ഇത്, തൊട്ടടുത്ത് തന്നെയാണ്. ആ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും. അങ്ങനെ പിന്നെ ചിഞ്ചേച്ചാടി ഒരു കടയിൽ എന്തോ സാധനം കൊടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കലാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മളിത് ആ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ആ വരുന്ന ആ റെഡ് കളറിലെ ബസ്സില്ലേ, അതിലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്നത് എവിടെയാ, മലപ്പുറം. ഇപ്പോൾ നമ്മൾ ഉള്ള സ്ഥലം പിന്നെ പരപ്പനങ്ങാടിയാണ്. അവിടുന്ന് പിന്നെ മലപ്പുറത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഒരു സ്ഥലമുണ്ട് പിന്നെ കോട്ടപ്പുറം തന്നെയല്ലേ, സോറി കോട്ടപ്പുറമല്ല, കോട്ടക്കുന്ന് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഗൂഗിളിലെല്ലാം നോക്കിയിട്ടല്ല എന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിന്. ഗൂഗിളിൽ നോക്കിയ ഫോട്ടോയും സംഭവമെല്ലാം കണ്ടേരം നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇല്ലെങ്കിൽ പിന്നെ സ്ഥലങ്ങളില്ലത് കോഴിക്കോടാണ്. കോഴിക്കോടേക്ക് ആടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ശരിയാവില്ല. അങ്ങനെ നമ്മൾ എന്തായാലും ഇതാ കോട്ടക്കുന്ന് പോയിട്ടുണ്ട്. പക്ഷേ അടിപൊളി സ്ഥലമെല്ലാം തന്നെയാണ്, സ്ഥലമെല്ലാം നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷേ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്പൊരിയുന്ന വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം വൈകുന്നേരം മാത്രമേ ഓപ്പൺ ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ടെല്ലാം വൈകുന്നേരമെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അവർക്ക് കളിക്കാനെല്ലാം ഒരുപാട് റൈഡ് ഉണ്ട്. പിന്നെ അടുത്ത കടകളും ഒന്നും ഓപ്പൺ ആയിരുന്നില്ല, നോമ്പായതുകൊണ്ടാണോ എന്നറിയില്ല. അതിനി വൈകുന്നേരം മാത്രമാണോ ഓപ്പൺ ചെയ്യുകയെന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും നമ്മൾ വന്നതല്ലേ, നമ്മളിതാ പിന്നെ നട്ടപ്പൊരിന്ന വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരിക്കൽ ചിഞ്ചേച്ചി പറഞ്ഞു, മറ്റേ ടീച്ചറോട് വരണ്ടാന്ന് പറഞ്ഞാലോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്, വരണ്ടാന്ന് പറഞ്ഞാലോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എന്തായാലും ടീച്ചർ വന്നു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ ടീച്ചർ വന്നതിന്. നമ്മളങ്ങനെ ഇതാ നടന്ന് പോവുകയാണ്. നടന്ന് പോകുമ്പം കുറേ കപ്പിൾസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായതാടാ. നമ്മൾ ഏത് സൈഡിൽ പോകുമ്പം കുട്ടികൾ ഈ രണ്ടാൾ വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചിങ്ങോട്ട് മാറിയതാണ്. കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു, വീഡിയോസ് എല്ലാം എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. നടക്കുന്നതിൻ്റെ ഇടയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചുണ്ട്. പിന്നെ വെയിലാണെന്നൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫുള്ള് നല്ല പൂക്കളും വെറൈറ്റി പൂക്കളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മറ്റേ ലക്ഷ്മി ടീച്ചറേയും വെയിറ്റ് ചെയ്തിട്ടാണ്. ടീച്ചർ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഓട്ടോക്കാണ് വരേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് 20 രൂപയാണ്, അങ്ങനെയായിട്ടും പാസ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് പ്രതിയാടിനും മക്കൾക്കും വീഡിയോ കോളെല്ലാം എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സൂര്യ അവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടെല്ലാം നടത്തുന്നുണ്ട്.
നമ്മൾ പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തരുമോയെന്ന് ചോദിച്ചിട്ട് അവർ നമ്മൾക്ക് ഫോട്ടോസെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പൂക്കളെല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ നടന്ന് കാഴ്ചകളെല്ലാം കണ്ട് കുറേ. അപ്പോഴത്തേക്ക് നമ്മളെ ലക്ഷ്മി ടീച്ചർ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ ഇത് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പിലേക്ക് പോവാനേ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം. നമ്മൾ കൊണ്ടുപോയ വെള്ളമെല്ലാം ഏകദേശം കാലിയായിട്ടുണ്ട് അതിന്. അങ്ങനെ പിന്നെ ഇവിടെ പോയി ചോദിച്ചാൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് നമ്മൾ പിന്നെന്താ അവിൽ മിൽക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നല്ല ചൂടും നല്ല ദാഹവും ആയതുകൊണ്ട് കുടിക്കാൻ നല്ല രസമുണ്ടായിന്. അങ്ങനെ കുടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിൽ മിൽക്ക് കുടിക്കുന്നത്. അങ്ങനെ അത് കുടിച്ചിട്ട് നമ്മളിതാ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്നിങ്ങനെ വരുമ്പം കുട്ടികൾക്ക് കളിക്കാനില്ലേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാനെ. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഒരുപാട് നടന്ന് ഇതേപോലെ ഗാർഡനും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇതെല്ലാം കണ്ട് പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഒരു ബെഞ്ചിൽ പോയിട്ട് ഇരുന്നു കേട്ടോ. കുറേ സമയം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു. ഇവർ രണ്ടാളും സ്കൂളിലെ കാര്യങ്ങളും എക്സാമിൻ്റെ കാര്യങ്ങളും അങ്ങനെ മക്കളെ കാര്യങ്ങളും നമ്മളും എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് കുറേ സമയം ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ എണീറ്റ് പോകുമ്പോഴാണ് കണ്ടത് പിന്നെയും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് പറഞ്ഞു വെറുതെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നേരം കൂട്ടി, ആ സമയത്ത് നടന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഒരുപാട് പറഞ്ഞാൽ അത്രയും നടക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ വന്ന് പിന്നെ ഈടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇരിക്കാൻ പറ്റുന്ന നല്ല തണലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരാൾ കഥയെല്ലാം എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾ പോയിനിന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് ഫോട്ടോസെല്ലാം എടുത്തു. ആ ഫോട്ടോസെല്ലാം നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പം അവിടെ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മൾ ഫോട്ടോസ് എടുപ്പിക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഫോട്ടോയും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എത്തണമല്ലോ. അല്ലെങ്കിൽ പിന്നെ കുറേ സമയം കൂടെ നമുക്ക് അവിടെ ഇരിക്കായിരുന്നു. ശരിക്കും ഇവിടെ വരേണ്ടത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരമാണ് നല്ല അടിപൊളി ഉണ്ടാവുക. എന്തായാലും പിന്നെ നമ്മൾ വന്നില്ലേ. അങ്ങനെ കറങ്ങിയിടിച്ച് വെയിലായാലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മൾ നടന്ന് സ്ഥലങ്ങളെല്ലാം കണ്ട് പിന്നെ വർത്താനെല്ലാം പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോയ വഴിയല്ല കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ടായിന്. പോകുമ്പോഴായാലും നമുക്ക് 2 വഴിയുണ്ട്. വണ്ടിക്കാണെങ്കിൽ പോകുന്നെങ്കിൽ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഇനി ബസ് ഇറങ്ങിയിട്ട് നടന്ന് പോകുന്നതാണെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയാൽ മതി കേട്ടോ. നമ്മളെന്തായാലും തിരിച്ച് വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാനേ.
അങ്ങനെ ആടുന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ 2:30 2:45 അങ്ങനെ ആയിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡ് തപ്പി നടന്ന് നോമ്പായതുകൊണ്ട് ഷോപ്പൊന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ തപ്പി നടന്നിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മീൽസ് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായി. ആർക്കും ബിരിയാണിയോടും അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. ചൂടല്ലേ ഒന്നാമത്. അപ്പോൾ മീൽസിൻ്റെ കൂടെ നമ്മളിതാ ഒരു ചെമ്മീൻ റോസ്റ്റും പിന്നെന്താണ് ആവോലി ഫ്രൈയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ചോറായിരുന്നു കേട്ടോ. ഒരുപാട് കറിയെല്ലാം ഉണ്ടായിരുന്നു. മീൻ കറിയും പിന്നെ എന്താണ് വറവ്, സാമ്പാർ, പിന്നെ അച്ചാർ, മോരല്ല രസം, പായസം, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പ്രശാന്ത് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ വന്നിട്ടാ അതിൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ബസ്സിൽ കയറി. നമ്മൾ ലക്ഷ്മി ടീച്ചർ പകുതിക്ക് ഇറങ്ങി. പിന്നെ ചിഞ്ചേച്ചി നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ചെറുങ്ങനെ മഴ പാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മളെ നാട്ടിൽ നല്ല മഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിളിച്ച സമയത്ത്. അങ്ങനെ എന്തായാലും നമ്മളിതാ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. 4:40 നമ്മളെ ട്രെയിൻ. അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു ഫാൻസി കട കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ പിള്ളേർക്കെല്ലാം ഓരോ ഐറ്റംസ് എല്ലാം വാങ്ങി. നമ്മൾ ടൂറിനൊന്നല്ല പോയിനെങ്കിലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ മക്കളെന്തെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കൂലേ. അങ്ങനെ പിന്നെ അവർക്ക് വേണ്ട 1-2 ഐറ്റംസ് എല്ലാം വാങ്ങി. പിന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ചിഞ്ചേച്ചിയുടെ യാത്രയെല്ലാം പറയുകയാണ്. എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയത്. രണ്ടാളും കൂടെ നല്ല ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെക്കൊണ്ടൊന്നും അവർ ചെയ്യിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരു കാര്യം എന്തിനായാലും അവർ രണ്ടാളും തന്നെയാണ് കേട്ടോ ഫുൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇവരോട് രണ്ടാളോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ട്രെയിനെത്തി. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. പിന്നീട് ഏതായിരുന്നു മംഗളയായിരുന്നു കേട്ടോ. ഏതോ ദൂരം വഴിക്ക് പോകുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിന്. പിന്നെ നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. കറക്റ്റ് 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് 2 മണിക്കൂർ യാത്രയില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയല്ലോ അതിൻ്റെ അകത്ത് കയറിപ്പറ്റി. അടുത്ത സ്റ്റേഷനിൽ നമുക്ക് കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് എത്തുമ്പം കുറേ ആൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ കോഴിക്കോട് നിന്ന് പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ചിഞ്ചേച്ചിയോട് ബായ് പറഞ്ഞ് നമ്മളിതാ കയറി. അപ്പോൾ കുറച്ച് സമയമല്ല, ഒരു ദിവസം എന്ന് പറയാം അല്ലേ. തലേ ദിവസവും പിറ്റേ ദിവസവും കൂടി കൂട്ടുമ്പോൾ ഒരു ദിവസം എന്ന് പറയാം. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഫാമിലീൻ്റെ കൂടെ പോകുന്നതും ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും എല്ലാം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അത്ഭുതം, നിങ്ങൾ ഒറ്റയ്ക്ക് മലപ്പുറം വരെ പോയി വന്നോന്നില്ല. ഇതാണ് നമ്മളിതുവരെ അങ്ങനെ ഒറ്റക്കൊന്നും ദൂരത്തൊന്നും പോയിട്ടില്ലല്ലോ. വലിയ ദൂരമൊന്നുമില്ല. എന്നാലും ചില ആൾക്കാർ അത്ഭുതം പോലെ വന്നിട്ടാണ് പറഞ്ഞേ, നിങ്ങൾ പോയിട്ട് വന്നു, നിങ്ങൾ മാത്രമാണ് നിങ്ങളിവിടെ ആണുങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്നെല്ലാം ചോദിച്ച ടീംസ് വരെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പോകാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആണുങ്ങളുണ്ടെങ്കിലേ നമുക്ക് എവിടെയും പോയിക്കൂടുകയൊന്നുമില്ലല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂർ ട്രെയിൻ ഇറങ്ങി. എന്നിട്ട് ഇതാ പുറത്തേക്ക് നടന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് പൃഥ്വിയേട്ടനും മഹേഷേട്ടനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിനെ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വിളിച്ചവരെ അവരെത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളവിടെ ഇറങ്ങിയിട്ടും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അവർ വന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു, നമ്മളൊന്ന് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിനി, അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ഇതാ വെയിറ്റ് ചെയ്ത് നിന്നു. ഒരു 6:30 6:45 അല്ല, നമ്മൾ 4:40 കയറിയേ. 5:45 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. അപ്പോൾ അങ്ങനെ ഇതാ അവർ നമ്മളെ കൂട്ടാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വണ്ടി കയറിയിട്ട് നമ്മൾ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കും എന്തെങ്കിലും കുടിക്കണം, ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കടയും തപ്പി പോയി. ലാസ്റ്റ് ധർമ്മശാല എത്തിയാലും ഒരു കടയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചിക്കു വിത്ത് ടെൻഡറാ അങ്ങനെ എന്തോ ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ട് ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അവിടെ പിന്നെ അതെല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടർന്നു. വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മളെ രേവൂട്ടി നന്ദൂട്ടി എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫോണ് 1% ചാർജ് എങ്ങാനാണ് ഉണ്ടായേ. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ ഓഫായി പോകൂലേ.
അങ്ങനെ എന്തായാലും വേഗം വീട്ടിലെത്തി. ഏച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഫുഡെല്ലാം ഓളാക്കി വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ വീട്ടിലെത്തിയപ്പാട് പിന്നെ നമ്മളെ മക്കൾ നമ്മളെന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് ഭയങ്കര ആകാംക്ഷ. അപ്പോൾ എന്തായാലും ഞാൻ ഫോൺ കുത്തി വെച്ചിട്ട് വേഗം പിന്നെ പൃഥ്വിയേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കുറച്ച് ഐറ്റംസാണ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ദേവുട്ടിയോട് ഞാൻ പറഞ്ഞു ബാ തരാമെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കൊടുക്കുമ്പോൾ ദേവുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മളെ ഇമിലിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുപ്പിയല്ല 2-3 കുപ്പി അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഏച്ചിരേശം കൊടുത്തേക്കാനും പിന്നെ നമ്മളെ കുട്ടാപ്പിക്കും വാളുവിനും ഇവർക്കും എല്ലാം ആയിട്ട് 2-3 കുപ്പി ഇമിലി വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ എന്താ വാങ്ങിയേ, പിന്നെ മറ്റേ ഇതില്ലേ ആ പേട പോലത്തെ ഒരു സാധനം അല്ലേ, പേട എന്നല്ലേത്, പേട പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവൂട്ടിക്കൊരു പാവാച്ചീന വാങ്ങിയിന്, പാവാച്ചീനയും പിന്നെ എന്നാ ദേവൂന് വാങ്ങിയേ ഒരു മറ്റേ ഇതില്ലേ ഒരു കിറ്റ്, മറ്റേ ഹോസ്പിറ്റൽ കിറ്റ്, ഡോക്ടറിൻ്റെ മറ്റേ സ്റ്റെതസ്കോപ്പും മറ്റേ സംഭവങ്ങളെല്ലാം ഇല്ലേ ഒരു കിറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നന്ദൂന് ദേവൂട്ടിയോട് ഞാൻ പറഞ്ഞു സർപ്രൈസാണ് കണ്ണ് പൂട്ടുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവർക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായാലും നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അവരെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ അത് കൊടുത്തു. അപ്പം നന്ദൂട്ടി ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, എനക്കൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ. നന്ദൂന് പിന്നെ കളിപ്പാട്ടും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നന്ദൂന് പിന്നെ ഞാനെന്താ വാങ്ങിയേ, പിന്നെ മുടിയിൽ കുത്തുന്ന കുറേ ഐറ്റംസാണ് കേട്ടോ ഓക്ക് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ മുടിക്കിടുന്ന ബണ്ണും അതേപോലെ ഒരു പൂമ്പാറ്റ, പിന്നെ മുടിക്ക് കുത്തുന്ന ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ അതെല്ലാമാണ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ മാളുവിനും അനുവിനും എല്ലാം ആ കുഞ്ഞു ക്ലിപ്പാണ് വാങ്ങിയതിന്. പിന്നെ ഒരിക്കൽ കുട്ടാപ്പിക്കും പിന്നെ അപ്പൂനും മാലയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായേ. പിന്നെ നമ്മളെ ഇതൂട്ടനും സാർത്തൂട്ടനും ഫോണുമാണ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത്രപ്പേർ സാധനം ആയാലും ഇതാ ഭയങ്കര സന്തോഷമായി കേട്ടോ അവർക്ക് അതെല്ലാം കിട്ടിയാൽ. നന്ദൂരെല്ലാം പിന്നെ ഈ മുടിക്ക് കെട്ടുന്നതും അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് ക്ലിപ്പ് കുത്തും നന്ദു തലയിൽ, ഒരുപാട്, ചില സമയത്ത് ഒരു 10 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡ് കുത്തും. അപ്പോൾ ഞാനിങ്ങനെ ചീത്ത പറയും എന്തിനാ ഇത്രപ്പാട് കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളാണ് ഇങ്ങനെ മേടിച്ചോട്ട് കൊടുത്തിട്ടുണ്ടായിന് മാളുവിനും അനുവിനെല്ലാം കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ മലപ്പുറം യാത്രയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. കുറേ ദിവസമായി വന്നിട്ട് വീഡിയോ ഇപ്പോൾ വന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നമ്മൾ പഴയ വീഡിയോസും കൂടെ കാണാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.